മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 13/1/1999 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അനിഴമാണ് നക്ഷത്രം, അനിഴം 1-ാം പാദം. മകരലഗ്നം, ലഗ്നത്തിൽ ശുക്രൻ കേതു 2 ശൂന്യം, 3-ൽ ഗുരു അഥവാ വ്യാഴം ഗുളികൻ, 4-ൽ ശനി 5, 6 ഭാവങ്ങൾ ശൂന്യം, 7-ൽ രാഹു 8, 9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ കുജൻ, 11-ൽ ചന്ദ്രൻ, 12-ൽ സൂര്യൻ ബുധൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ്, നീചനായി നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയുണ്ട്. എന്ന് വെച്ചാൽ ഇത്തരം വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് ശനി ലഗ്നമായതുകൊണ്ടും ശനിക്ക് ഡയറക്റ്റായി ഗുളികൻ്റെ 2ാം ദൃഷ്ടി വന്നിട്ടുള്ളത് കൊണ്ടും ഇത്തരം ആളുകളുടെ ഉയർച്ച എന്ന് പറയുന്നത് ഒരല്പം ടഫായിട്ടുള്ള, അല്പം ഹാർഡായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ച ശേഷമാണ് ഇത്തരക്കാർക്ക് ജീവിത ഉയർച്ച അധികവും സംഭവിക്കാറ്. പക്ഷേ അത്തരം ഉയർച്ച സംഭവിക്കുന്നതിന് മുൻപ് ലഗ്നാധിപൻ ശനി ആയതുകൊണ്ടും നീചനായി നിൽക്കുന്നത് കൊണ്ടും ഗുളികൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ടും ആ ഉയർച്ച സംഭവിക്കുന്നതിന് മുൻപ് ഉയർച്ച കിട്ടേണ്ടതായിട്ടുള്ള സമയങ്ങളിലെല്ലാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ സഡൻ ബ്ലോക്ക്സ് ഗുളികനാൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തടസ്സപ്പെടുക, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള തർക്കങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, ഇതെല്ലാം തന്നെ സാധാരണയായി ഇത്തരക്കാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ശനി പൊതുവെ കട്ടി സ്വഭാവം ഉള്ള ഗ്രഹം തന്നെയാണ്. അപ്പോൾ അത് നീചനായി നിൽക്കുമ്പോൾ അതിൻ്റെ ജോലി കൃത്യമായി തന്നെ ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ചും വർഗോത്തമം ചെയ്ത ശനിയാണ്. നവാംശത്തിലും ശനിയുടെ സ്ഥാനം അതേ ഭാവത്തിൽ തന്നെയാണ് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ഫലവും അങ്ങനെ തന്നെ ആയിരിക്കും. നിലവിൽ ഇദ്ദേഹത്തിന് അല്പസ്വല്പം സ്ട്രഗിളിംഗ് സ്റ്റേജിൽ തന്നെയാണ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഉപരി ലഗ്നത്തിൽ ശുക്രനുണ്ട്, കേതുവുമുണ്ട്. കേതു ലഗ്നത്തിൽ ഉള്ളപ്പോൾ തന്നെ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാമത്തെ ദൃഷ്ടിയും ലഗ്നത്തിലേക്കുണ്ട്. അതുപോലെ തന്നെ നീചനായി ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ 10ാമത്തെ ദൃഷ്ടിയും ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. പൊതുവെ ലഗ്നത്തിൽ മകരം, കുംഭം ലഗ്നങ്ങളിൽ ശനി നിന്നാൽ അത് ശശമഹായോഗമാണ്. എന്നാൽ ഇവിടെ നീചനായ ശനിയാണ് ലഗ്നത്തിലേക്ക് കേതുവിൻ്റെയും രാഹുവിൻ്റെയും സാന്നിധ്യം ഉള്ളിടത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. ഗുണം ചെയ്യും, പക്ഷേ ഒരല്പം സമയമെടുക്കും എന്ന് സാരം. ശനി പൊതുവെ മന്ദൻ, പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. ഇപ്പോൾ പൊതുവേ ആളുകൾ പറയാറുണ്ട്, ഏഴരശനി, കണ്ടകശനി അല്ലെങ്കിൽ അഷ്ടമശനി പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പൊതുവേ ഒന്ന് സ്ലോ ആകും. അതുപോലെ തന്നെയാണ് ശനി ദശ, അതിൽ തന്നെ ശനിയുടെ അപഹാരം ഒക്കെ വരുന്ന സമയത്ത് പൊതുവേ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും വേഗത കുറവ്, സ്ലോ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരവസ്ഥ ഒരുപാട് പേർക്ക് കണ്ടുവരാറുണ്ട്. ശനി ചെയ്യുന്ന ഒരു പ്രധാന ഡ്യൂട്ടി, ജോലി തന്നെയാണ് അത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ 10-ൽ നിൽക്കുന്ന കുജൻ, ലഗ്നാൽ 10 തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന കുജൻ്റെ 4ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് ഇവിടെ എത്തുമ്പോൾ ഉച്ചദൃഷ്ടിയായി മാറുകയും ചെയ്യും, നല്ലതുമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴം 3-ൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. പക്ഷേ ഗുളികനോടൊത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഗുളികൻ്റെ ആക്ഷൻ കഴിഞ്ഞ ശേഷം ഉള്ള പ്രവർത്തനമാണ് വ്യാഴം ഇവിടെ ചെയ്യുക. ഗുളികൻ ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിക്ക് മോശമാണ്, ഏത് ഗ്രഹത്തോടൊപ്പം നിൽക്കുന്നു ആ ഗ്രഹത്തിന് മോശമാണ്, എങ്ങോട്ടൊക്കെ ദൃഷ്ടി ചെയ്യുന്നു ആ ദൃഷ്ടികളെല്ലാം തന്നെ മോശമാണ്. 6, 11 ഭാവങ്ങൾ ഒഴിച്ച് 6-ലും 11-ലും നിന്നാൽ ഒരുപാട് പേർക്ക് ഗുളികൻ ഒരുപാട് വലിയ ഗുണങ്ങൾ ചെയ്യുന്നതായി കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴും 11-ലൊക്കെ നിന്ന് കഴിഞ്ഞാൽ 12-ലേക്കും 10-ലേക്കും ഗുളികൻ്റെ ദൃഷ്ടി വരും. അത് ആ രണ്ട് ഭാവങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം 1 വ്യയസ്ഥാനമാണ്, ചെലവിൻ്റെ സ്ഥാനം, ചെലവിനെ കൂട്ടും. 2 തൊഴിൽ സ്ഥാനമാണ്, എന്ന് വെച്ചാൽ കർമ്മസ്ഥാനം, ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലോക്സ് 11-ൽ നിൽക്കുന്ന ഗുളികൻ തൻ്റെ 12ാം ദൃഷ്ടി വഴി കാണിക്കാം. അത് പൊതുവേ പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ലഗ്നാൽ 7-ൽ രാഹു വിവാഹസ്ഥാനത്ത് 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചനായി നിൽക്കുന്നു. നീചം സംഭവിക്കുന്ന നക്ഷത്രം തന്നെയാണ് അനിഴം. അപ്പോൾ വിവാഹം ഈ വ്യക്തി കഴിക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചേ ചെയ്യാവൂ. 7-ൽ രാഹു നിൽക്കുന്നു, അവിടേക്ക് ശുക്രൻ്റെ 7ാം ദൃഷ്ടിയുണ്ട്. തിരിച്ചും രാഹുവും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഉപരി 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം
നീചനാണ്, പ്രത്യേകിച്ചത് അനിഴ നക്ഷത്രമാണ്, ചന്ദ്രനുമാണ്. സോ എന്തെങ്കിലുമൊക്കെ കയറ്റിറക്കങ്ങൾ സ്വഭാവത്തിൽ ഉള്ള ഒരാൾ വിവാഹത്തിൻ്റെ സ്ഥാനത്ത് വരാനുള്ള സാധ്യത ഇത്തരം ആളുകൾക്ക് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ അതുവഴി മനസമാധാനക്കേടുകൾ, അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ 7-ലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ കൃത്യമായി അതിനോട് ചേർക്കാൻ പറ്റുന്ന ഗ്രഹനിലകൾ മാത്രം ചേർത്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, ഒരല്പം വിവാഹം വൈകിപ്പോയി, ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഏതെങ്കിലും ഒരു ഗ്രഹനില ചേർക്കും. അത് വലിയ അബദ്ധമായി മാറുകയും ചെയ്യും. അതിലുപരി കൃത്യമായി പരിശോധനകൾ നടത്തി, പ്രത്യേകിച്ചും ശനി ലഗ്നമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ലഗ്നങ്ങൾ ഉണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി ഒഴിവാക്കേണ്ടുന്ന ലഗ്നങ്ങളെ തന്നെ ഒഴിവാക്കി 7-ാം ഭാവം എന്താണെന്ന് മനസ്സിലാക്കി ശുക്രൻ്റെ അവസ്ഥയും മനസ്സിലാക്കി മാത്രമേ ഇത്തരം ആളുകൾ വിവാഹത്തിലേക്ക് നീങ്ങാവൂ. ഉപരി 7-ൽ രാഹു നിൽക്കുന്നത് കൊണ്ടും ശുക്രൻ്റെ പ്രണയകാരകനാണ് ശുക്രൻ, ദൃഷ്ടി 7-ലേക്ക് രാഹുവിലേക്ക് വരുന്നത് കൊണ്ടും പ്രണയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസ്ഥിതകൾ ഇത്തരം വ്യക്തികൾക്ക് പാർട്ട്ണർ വിവാഹമെന്ന് പറയുന്ന കാര്യമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് നല്ലത് തന്നെ. പക്ഷേ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് ചേർന്ന് പോകുന്ന ആളാണെന്ന് മനസ്സിലാക്കിയ ശേഷം അതിനെ എസ് വയ്ക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ചെയ്യുന്നത് പിന്നീട് അബദ്ധമായി തോന്നാം. അപ്പോൾ അത് വരാതിരിക്കാനാണ് കൃത്യമായ പരിശോധനകൾ നടത്താൻ പറയുന്നത്, ഒരു അഡ്വൈസ് എന്ന പോലെ തന്നെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ലഗ്നാൽ 10-ൽ കുജൻ നിൽക്കുന്നു, 10-ാം ഭാവാധിപൻ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു. ബിസിനസ് ചിന്താഗതികൾ യഥേഷ്ടം ഉള്ള ആളുകളാണ് പൊതുവേ ഇത്തരക്കാർ. ഈ വ്യക്തിയും അങ്ങനെ തന്നെയാണ്. ബിസിനസ് ചെയ്താൽ വർഗോത്തമം ചെയ്താണ് കുജൻ നിൽക്കുന്നത്, നന്നാവുകയും ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. ശനിയുടെ 3, 6, 7 ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ഒരല്പം കാർക്കശ്യം, ഒരല്പം ടഫ്നെസ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായി മാനേജ് ചെയ്യാനുള്ള പ്രായോഗികമായിട്ടുള്ള ചിന്താശേഷി ആദ്യം കൈവരിക്കുക. അതുപോലെ തന്നെ 10-ാം ഭാവാധിപന് കുജൻ്റെ 4-ാം ദൃഷ്ടിയുമുണ്ട്. അതും ബിസിനസ് സംബന്ധമായി കിടക്കുന്ന ഗ്രഹം തന്നെയാണ് ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കുജൻ്റെ 4-ാമത്തെ ദൃഷ്ടി ബിസിനസ് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ വ്യക്തിക്ക് അല്പം വേഗത കൂടുതലുമായിരിക്കും. ഒന്നിൽ നിന്ന് ചാടി അടുത്തതെന്ന് പറയുന്നൊരു ക്രമമൊക്കെ സ്വീകരിക്കാം. പക്ഷേ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ പോവുക. കാര്യം 10-ാം ഭാവാധിപൻ നിൽക്കുന്നത് കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ്. അപ്പോൾ ഈ രാഹു ഒക്കെ ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വിജയിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാശ് അല്ലെങ്കിൽ പണം നേടുമെന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സഡൻ ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് കൃത്യമായി ഇത് മനസ്സിലാക്കി അവനവൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ കഴിവുകേടുകൾ ഇത് രണ്ടും കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് ചെയ്യാൻ ശ്രമിച്ചാൽ വിജയം സുനിശ്ചയം തന്നെയാണ്, ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അനിഴം ശനിദശയിൽ ജനിച്ചു, 2013 വരെ ശനി, ശേഷം ബുധൻ 2030 വരെ, ശേഷം കേതു 2037 വരെ, ശേഷം ശുക്രൻ 2057 വരെ, ശേഷം സൂര്യൻ 2063 വരെ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, ശേഷം കുജൻ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നിലവിൽ ഇദ്ദേഹം ബുധനിൽ ഗുരുവാണ്. എന്ന് വെച്ചാൽ 27/2025 തൊട്ട് 26/10/2027 വരെ ബുധദശയിൽ ഗുരുവിൻ്റെ അപഹാരം. എങ്ങനെയുള്ള ബുധൻ? 12-ൽ സൂര്യനോടൊത്ത് നിൽക്കുന്ന ബുധൻ ചെലവിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ തന്നെ ചെലവുകൾ ഈ ഒരു ടൈമിൽ പൊതുവേ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നിൽക്കാം. രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്, രാഹു ചെലവുകളെ കൂട്ടുകയും ചെയ്യാം. അതുപോലെ തന്നെയാണ് വ്യാഴം, ഗുളികനോടൊത്ത് നിൽക്കുന്ന വ്യാഴമാണ്. നവാംശത്തിലും ഗുളികൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലോക്സ്, കാര്യങ്ങൾ നീണ്ടു പോവുക, ഉദ്ദേശിക്കുന്ന സമയത്തിനപ്പുറം കാര്യങ്ങൾ നീണ്ടു പോകാനുള്ള ഒരു ടെൻഡൻസി, പ്രവണത പ്രസ്തുത കാര്യങ്ങൾ കാണിക്കാം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാം. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, അവിടെ എല്ലാം ഡൗണായി നെഗറ്റീവായി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കില്ല. നമ്മൾക്കൊരു ഡൗൺഫാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടാകുന്നു തോന്നിയാൽ അവിടെയാണ് നമ്മൾ എക്സ്ട്രീമായി പോസിറ്റീവ് ആകേണ്ടുന്നത്. അവിടെ പോസിറ്റീവായി കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ പോസിറ്റീവായി കണ്ടാൽ അത് പോസിറ്റീവായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ നെഗറ്റീവായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർത്തും ഡൗൺ ആവുകയുള്ളൂ. ഇതൊരു പ്രായോഗിക തിയറിയാണ്, ആസ്ട്രോളജിയേ അല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്തരം ടൈമിൽ 12-ൽ രാഹുവിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുന്ന ബുധദശയിൽ ബുധൻ ഗുരു നല്ല ബന്ധമല്ല. 3-ൽ ഗുളികനോടൊത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അപഹാരം, ഗുരുവിൻ്റെ അപഹാരമായതുകൊണ്ട് തന്നെ ഗുളികൻ അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ബ്ലോക്സ്, സഡൻ ബ്ലോക്സ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. അതിനെ പ്രായോഗികമായി നേരിട്ട്
മുന്നേറാൻ ശ്രമിക്കുക. കൃത്യമായി തന്നെ ഇതിന് പരിഹാരങ്ങളുണ്ട്. അത് കൃത്യമായി തന്നെ അപ്ലൈ ചെയ്യുക. ആ പരിഹാരങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് ഈ ബ്ലോക്സിൻ്റെ അളവ് പേഴ്സൻറ്റേജ് കുറയുകയും പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സിനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ 1, 2, 3, 4, 5 ഈ 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ഇവിടെ ലഗ്നത്തിൽ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. അവിടേക്ക് ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ പൊതുവെ ഇത്തരക്കാർക്ക് 4ലാണ് ശനി നിൽക്കുന്നത്. അതായത് ലഗ്നാധിപൻ നീചനുമാണ്. ലഗ്നാധിപൻ നീചനും 5ാം ഭാവാധിപന് രാഹു കേതു എന്തെങ്കിലുമൊക്കെ ബന്ധമോ ശനിയുടെ ബന്ധമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് പൊതുവേ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഒരു ആത്മവിശ്വാസമില്ലായ്ക. അതിനെ മാറ്റിയെടുക്കുക. അതിനെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഉറപ്പിക്കുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നെഗറ്റീവ് മൈൻഡ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ ആർക്കും ഉണ്ടാകുന്നില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. മാത്രവുമല്ല ലഗ്നാൽ 4ൽ ശനി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബാധ്യതകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ലോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ കടം പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് കൃത്യമായ ചിട്ടവട്ടങ്ങൾ പാലിക്കുക. പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാവൂ. അതല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നും തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.